ശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും മുന്നിൽ അത്ഭുതമാണ് ജീവൻ. അതിനു പിന്നിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിലായിരിക്കുന്ന അനേകരുണ്ട്. ഭൂമിയിലെ ജീവന്റെ ഏറ്റവും സങ്കീർണ രൂപമായ മനുഷ്യൻ മുതൽ ഏറ്റവും ചെറിയ ഒരു ബാക്ടീരിയ വരെയുള്ള സകല ജീവരൂപങ്ങളും ജീവശാസ്ത്രത്തിനു മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ എണ്ണമറ്റതാണ്. ശാസ്ത്രം കൂടുതൽ മുന്നേറുന്നതിനനുസരിച്ച് കൂടുതൽ സങ്കീർണമായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കുന്ന മനുഷ്യനു മുന്നിൽ ഈ വിഷയങ്ങൾ നൽകുന്ന ബോധ്യങ്ങൾ ഏറെ മഹത്തരമാണ്. ആധുനിക ജീവശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഏറ്റവും സങ്കീർണമായ ഒന്നാണ് ജീവൻ. എന്താണ് ജീവൻ? അത് എങ്ങനെ ഉത്ഭവിച്ചു എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് തന്നെയും പൂർണ്ണതയുള്ള ഒരു ഉത്തരം നൽകുവാൻ ഇനിയും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നോളമുള്ള മനുഷ്യന്റെ ചിന്താശേഷി അഭിമുഖീകരിച്ചിട്ടുള്ളിടത്തോളം ഏറ്റവും ആഴമുള്ള ഒരു ചോദ്യമാണ് ജീവന്റെ ഉത്ഭവം. കേവലം ചില രാസപദാർത്ഥങ്ങൾ ചേർന്നാൽ അതിസങ്കീർണമായ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായി മാറുമെന്ന് സങ്കല്പിക്കുവാൻ ഇന്നും ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അതിനാൽ തന്നെ ജീവന്റെ യാഥാർത്ഥ്യങ്ങൾ തിരഞ്ഞുള്ള ശാസ്ത്രത്തിന്റെ യാത്ര പൂർവാധികം ആർജവത്തോടെ ഈ ആധുനിക യുഗത്തിലും തുടരുകയാണ്. വിശ്രുതനായ ഒരു ജീവശാസ്ത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്യൂപ്പ വളർന്ന് മനോഹരമായ ഒരു ചിത്രശലഭമായി മാറുന്ന ദൃശ്യം നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അതിന് ദൃക്സാക്ഷികളായിരുന്നില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ ഈ പുഴുവാണ് ഒരു ചിത്രശലഭമായി മാറുന്നത് എന്നുള്ള കാര്യം എന്ന്? അത്രമാത്രം വിസ്മയകരമാണ് ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറയുന്നത്. പ്രകൃതി ജനിപ്പിച്ച ഏറ്റവും അത്ഭുതകരമായ വിസ്മയമെന്ന്, അല്ലെങ്കിൽ അത്ഭുതകരമായ രഹസ്യമെന്നോ ഉൽപ്പന്നമെന്നോ നമുക്ക് ജീവനെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്നും ജീവശാസ്ത്രങ്ങളിലെ വലിയൊരു സമസ്യയും രഹസ്യവുമായിട്ട് നിലകൊള്ളുകയാണ്. ഒരുപാട് ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എങ്കിലും ജീവൻ്റെ ഉത്ഭവത്തിൻ്റെ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുവാൻ ഇതുവരെയും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. രാസിക ജൈവിക പരിണാമങ്ങൾക്ക് വിധേയമായി ഈ ഭൂമിയിൽ തന്നെ ജീവൻ ഉത്ഭവിച്ചു എന്ന സിദ്ധാന്തത്തിനാണ് ഇപ്പോഴും ശാസ്ത്രരംഗത്ത് കൂടുതൽ പ്രാമുഖ്യം. അതോടൊപ്പം തന്നെ അന്യഗ്രഹങ്ങളിൽ നിന്ന് ഉൽക്കകളുടെയൊക്കെ പതനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വാൽനക്ഷത്രം വന്ന് ഭൂമിയിൽ പതിച്ചതിൻ്റെ ഫലമായോ ബാഹ്യാകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ജീവൻ വരികയായിരുന്നു എന്നുള്ള സിദ്ധാന്തങ്ങളും ഇന്ന് കൂടുതൽ പ്രാമുഖ്യം കൈവരിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക ജീവൻ്റെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ അറിവുകൾ, അവയിൽ അന്തർലീനമായിരിക്കുന്ന ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ, ദാർശനികമായി അവയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സൗന്ദര്യ ബോധങ്ങൾ, ഇവയൊക്കെയാണ്. ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച് ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ പലതാണ്. അടിസ്ഥാനപരമായി പ്രകൃതിയിൽ എവിടെയും കാണപ്പെടുന്ന രാസഘടകങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള സംയോജനമാണ് ജീവന് അനുകൂലമായ ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ ശാസ്ത്രീയമായി ചിന്തിച്ചു തുടങ്ങിയ ആദ്യകാലം മുതൽ തന്നെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങൾ അവനുണ്ടായിരുന്നു. ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരുന്നു. എങ്കിലും
ഇന്നും വിഭിന്നങ്ങളായ ചിന്താധാരകൾ നമുക്കിടയിൽ സജീവമാണ്. ഏതൊരു ജീവരൂപത്തെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ ജനിതകശാസ്ത്ര തത്വങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിസങ്കീർണമായി മാറുന്നു. ജീവൻ എന്താണെന്ന് ഉള്ളതിനൊരു ഡെഫിനിഷൻ അത് ഇപ്പോഴും പൂർണ്ണമായും നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെ ഒരു ഡെഫിനിഷനിലേക്ക്. കാരണം ജീവൻ്റെ പല പല ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. അത് ഇപ്പം ഏറ്റവും ശാസ്ത്രീയമായി പറയാൻ പറ്റുന്നത് ജെനറ്റിക്സ് ഉള്ള ഒരു DNA-യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കെമിക്കൽ മെഷീൻ. ഈ രീതിയിൽ വേണമെങ്കിൽ ജീവനെ ഡിഫൈൻ ചെയ്യാം. അതേസമയം മെറ്റബോളിസം, ആഹാരം സ്വീകരിക്കുക, അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ, ഇങ്ങനെ പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് ഇങ്ങനെ നമുക്ക് വിവരിക്കാമെങ്കിലും സമ്പൂർണ്ണമായും ജീവനെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, അതിനൊരു നിർവചനം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ജീവനെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ നാളെ വേറെ രീതിയിലുള്ള ഒരു ജീവൻ കണ്ടെത്തുമ്പോൾ അതിനെ എങ്ങനെ ഇതിൽ നിന്ന് ഇപ്പോൾ ചലിക്കുന്ന വസ്തുക്കളെല്ലാം ജീവനുള്ളതാണെന്ന് നമ്മൾ നിർവചിച്ചാലും മരങ്ങളെയൊക്കെ കാണുമ്പോൾ അത് ജീവനില്ലാത്തതായി മാറും. എന്നാൽ മരങ്ങളും ജീവനുള്ള സംഗതി തന്നെയാണ്. അങ്ങനെ ജീവൻ പല രീതിയിലും ഓക്സിജൻ സ്വീകരിക്കുന്ന ശ്വസിക്കുന്ന ജീവികളെ അല്ലാതെ സൾഫർ ശ്വസിക്കുന്ന ബാക്ടീരിയ പോലെ നമുക്കറിയാം. അങ്ങനെ ജീവൻ്റെ പൂർണ്ണമായ ഒരു ഡെഫിനിഷൻ നൽകുക പ്രയാസമാണ്. അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ ശാസ്ത്രീയമായി പറയുന്നത് ഡാർവിനിയൻ എവല്യൂഷൻ നടക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും കൂടെ വേണം. ജീവൻ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പരിണാമം സംഭവിക്കുകയില്ല. അങ്ങനെ പരിസ്ഥിതിക്കനുസരിച്ച് മാറാൻ ജീവന് സാധിക്കുകയില്ല, നശിച്ചു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നാണ് ജീവൻ്റെ ഒരു നിർവചനത്തിലേക്ക് എത്തുന്നത്. അത് പരിപൂർണമായി ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ജീവനെപ്പറ്റി ഇപ്പോൾ സയൻസ് എന്താണ് പറയുന്നത്? അതായത് ജീവൻ എങ്ങനെ ഉത്ഭവിച്ചു എന്ന കാര്യത്തെപ്പറ്റി സയൻസ് എന്താണ് പറയുക? ജീവൻ്റെ ഉത്ഭവം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം പോലെ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഡാർവിൻ്റെയും മറ്റും കാലഘട്ടത്തിൽ ജീവൻ എന്നത് ഒരു സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസം എന്നതിൽ കവിഞ്ഞ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന പഠനത്തിലെല്ലാം ജീവൻ്റെ സങ്കീർണതകളെല്ലാം മനസ്സിലാക്കി ഇതിനകത്തുള്ള DNA-യിൽ എഴുതി വച്ചിരിക്കുന്ന ഇൻഫർമേഷൻ, DNA സ്ട്രക്ചറിൽ എൻകോഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ, ഇങ്ങനെ ഉള്ള ഒരു വളരെ സങ്കീർണമായ ഒരു കെമിക്കൽ സിസ്റ്റമാണ്. ജീവന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള പ്രബലമായ രണ്ട് സിദ്ധാന്തങ്ങളിലൊന്ന് ജീവന്റെ ആദ്യ രൂപം ഉത്ഭവിച്ചത് ഭൂമിയിൽ തന്നെയാണ് എന്ന് വാദിക്കുന്നു. ആ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വാദഗതികൾക്ക് പിന്നിൽ അലക്സാണ്ടർ ഒപാരിൻ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞന്റെയും JBS ഹാൾഡെയിൻ എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെയും തിയറികൾക്ക് വലിയ സ്ഥാനമുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന് സ്റ്റാൻലി മില്ലർ, ഹരോൾഡ് യൂറേ എന്നീ ശാസ്ത്രജ്ഞർ ഗവേഷണങ്ങളിൽ ഏറെ മുന്നേറി. എങ്കിലും ജീവന്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള തിരിച്ചറിവുകളിൽ ലോകത്തെ ഏറെയൊന്നും മുന്നോട്ട് നയിക്കുവാൻ അവർക്കുമായില്ല. 1950-കളിലും മറ്റും സ്റ്റാൻലി മില്ലർ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ അമിനോ ആസിഡും മറ്റും ഇങ്ങനെ എർത്തിൻ്റെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ, അമോണിയ, മീഥേൻ. അപ്പോൾ അന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ പലരും കരുതിയിരുന്നത് അങ്ങനെ അങ്ങ് ജീവൻ ഉണ്ടായി എന്നതാണ്. പക്ഷേ 50 കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടും ഇതിൽ കാര്യമായ യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ഈ കെമിക്കൽ ടു ലൈഫ്, ഈ ട്രാൻസിഷൻ എവിടെ വെച്ച് നടന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ കെമിക്കൽ ടു ലൈഫ് എന്നത് കെമിക്കൽ മാത്രം ഉണ്ടായാൽ, ഇപ്പോൾ പ്രോട്ടീന്, അമിനോ ആസിഡ്, ലിപ്പിഡ്സ്,
ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഉണ്ടാകുന്നത് തന്നെത്താനെ എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ് പലരും ഗവേഷണം നടത്തിയത്. പക്ഷേ പിന്നീട് നടന്ന ഗവേഷണങ്ങളിൽ ഇൻഫർമേഷൻ സയൻറ്റിസ്റ്റ്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ ഇവരുമൊക്കെ ഇതിനകത്ത് പഠനങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് വളരെ സങ്കീർണമായ ഒരു ഇൻഫർമേഷൻ കണ്ടൻറ്റ് ഈ DNA-യിലുണ്ട്. ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു? യുറേ മില്ലറും കൂട്ടരും നടത്തിയ ജീവോൽപത്തിയെ സംബന്ധിക്കുന്ന പരീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ആദിമ കാലഘട്ടത്തിൽ ജീവനുണ്ടായ അന്തരീക്ഷത്തിൽ, സമുദ്രത്തിലോ മറ്റോ ഓക്സിജൻ ഉണ്ടായിരുന്നെങ്കിൽ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല അത്രേ. വളരെ വിചിത്രമായിരിക്കുന്നു. വീണ്ടും ഓക്സിജൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കുക, അപ്പോൾ ഓസോൺ പാളി ഉണ്ടാവുകയില്ല. അതിനർത്ഥം അൾട്രാ വയലറ്റ് റേഡിയേഷൻ സൂര്യനിൽ നിന്നുള്ളത് നേരിട്ട് ഭൂമിയിൽ പതിച്ച് ജീവൻ ഉണ്ടായാൽ തന്നെ അതിനെ നശിപ്പിച്ച് കളയുകയേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവൻ അതൊരു വലിയ ഭീഷണിയായിട്ട് മാറുന്ന പാരഡോക്സ്. ശാസ്ത്രത്തിന് ഇന്നും അതിനെ പരിഹരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജീവന്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ജനിതക ഘടകങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്നും ജീവശാസ്ത്രത്തിനു മുന്നിൽ ചുരുളഴിയാത്ത ഒന്നായി അവശേഷിച്ചിരിക്കുന്നത്. ഒരു DNA-യുടെ ഘടന സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മുന്നിൽ ചുരുളഴിയുന്ന ജീവന്റെ സങ്കീർണ സമവാക്യം എങ്ങനെ രൂപകൽപ്പന ചെയ്യപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. ആദ്യത്തെ ഏകകോശ ജീവിക്കും സ്വന്തമായ ഒരു ജനിതക ഘടനയുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് ശാസ്ത്രലോകത്തിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഒരു കോശത്തിൽ ആരംഭിച്ച് കോടാനുകോടി കോശങ്ങളുടെ കലവറയായി മാറിയ സങ്കീർണ ജീവരൂപങ്ങളിൽ ഇന്നത്തെ ലോകം എത്തി നിൽക്കുമ്പോൾ പരിണാമത്തിലേക്ക് നയിക്കുന്ന ഒരു അദൃശ്യ ജീവശക്തി കൂടി ഓരോ DNA-യിലും അടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ശാസ്ത്രചിന്തകർക്ക് ഇന്നും അത്ഭുതമാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൈഫിന് ഒരു ഹാർഡ്വെയറുമുണ്ട്, സോഫ്റ്റ്വെയറുമുണ്ട്. വളരെ സങ്കീർണമായ ഒരു കെമിക്കൽ സിസ്റ്റം ഒരു പ്രോഗ്രാം അനുസരിച്ച് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കെമിക്കൽ സിസ്റ്റം വേറെ പ്രകൃതിയിൽ സാധാരണഗതിയിലില്ല. ജീവൻ്റെ ഒരു പ്രത്യേകതയാണത്. DNA-യിൽ എഴുതിയിരിക്കുന്ന ആ വിവരങ്ങളനുസരിച്ചാണ് ഓരോ ജീവികളുടെയും ഡെവലപ്മെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും. അങ്ങനെ DNA-യിലുള്ള ചെറിയ മാറ്റങ്ങൾ പുതിയ പുതിയ ജീവികളെ സൃഷ്ടിക്കുന്നതിന് ആയിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സങ്കീർണതയാണ് ജീവനിൽ നമ്മൾ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ജനിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയനായ റഷ്യൻ ജീവശാസ്ത്രജ്ഞനായിരുന്നു അലക്സാണ്ടർ ഒപാരിൻ. ജൈവരസതന്ത്രത്തിൽ അനവധി ഗവേഷണങ്ങൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഭൂമിയിലെ ജീവന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ മറ്റനവധി ശാസ്ത്രജ്ഞർക്കും അടിത്തറ പാകിയിട്ടുണ്ട്. 1924-ൽ രാസ ജൈവ പ്രക്രിയകളിലൂടെ ജീവൻ ഉരുത്തിരിയുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ സിദ്ധാന്തം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1970-ൽ ജീവന്റെ ഉത്ഭവം പഠിക്കാനുള്ള സാർവദേശീയ സമിതിയുടെ തലവനായി അദ്ദേഹം നിയമിക്കപ്പെടുകയുണ്ടായി. ആ കാലഘട്ടങ്ങളിലുടനീളവും പിൽക്കാലത്തും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അനേകം ഗവേഷകരെ സ്വാധീനിച്ചിരുന്നു. ഇതിനെപ്പറ്റി പറയുമ്പോൾ 2 പുസ്തകങ്ങൾ സാധാരണ എക്സ്പേർട്സിൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഒന്ന് ഒപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിൻ്റെ, റഷ്യൻ സയൻറ്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഫൗണ്ടറായിട്ടുള്ള ഷ്രോഡിംഗറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാട്ട് ഈസ് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ 2 പുസ്തകങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നതാണ്. അതിനെപ്പറ്റി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒപ്പാരിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്റ്റാൻലി മില്ലറിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ കണ്ടെത്തിയത് ചില അമിനോ ആസിഡുകൾ ഈ എർത്തിൻ്റെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ, അത്തരം അറ്റ്മോസ്ഫിയറിൽ അവർ കരുതിയത് അമോണിയ, മീഥെയിൻ, വാട്ടർ വേപ്പർ ഇങ്ങനെയുള്ളതിൽ ലൈറ്റ്നിങ് പാസ് ചെയ്ത് കഴിയുമ്പോൾ സങ്കീർണമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. അങ്ങനെ ഒരു ഇതിലാണ് ഈ ലൈഫ് ഉണ്ടായത് എന്നുള്ളതായിരുന്നു അവരുടെ അനുമാനം. അപ്പം അത് ഒപ്പാരിനെ സജസ്റ്റ് ചെയ്തു. ഈ സ്റ്റാൻലി മില്ലർ ഒക്കെയാണ് അത് പരീക്ഷണത്തിലൂടെ യുറേയും സ്റ്റാൻലി മില്ലറും അപ്പം അവരുടെ പരീക്ഷണത്തിലൂടെയാണ് ഇത് കാണിച്ചത്. പക്ഷേ
അത്തരത്തിലൊരു അമിനോ ആസിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം ഇപ്പോൾ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് തന്നെ അമിനോ ആസിഡിൻ്റെ ചെയിനാണ്. പല പല അമിനോ ആസിഡുകൾ 20 അമിനോ ആസിഡുകളിൽ പലതായി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചെയിനാണ് ഒരു പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഈ ചെയിൻ മാത്രമായാൽ പോരാ. ഈ പ്രോട്ടീൻ ഒരു ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഒരു 500 അമിനോ ആസിഡ് ചേർന്നൊരു പ്രോട്ടീൻ ഉണ്ടായാൽ അതിനൊരു പെപ്റ്റൈഡ് ചെയിൻ എന്നാണ് പറയുന്നത്. ഈ ചെയിന് ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്യണം. അങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് ഈ സെല്ലിനകത്തുള്ള പ്രത്യേക സംവിധാനങ്ങൾ വെച്ചിട്ട് മാത്രമേ ആ ഫോൾഡിങ് നടക്കുകയുള്ളൂ. അങ്ങനെ കൃത്രിമമായി ലബോറട്ടറിയിൽ ഈ പ്രോട്ടീൻ ഉണ്ടാക്കി വിടാൻ പ്രയാസമാണ്. അങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം മാത്രമേ ആ പ്രോട്ടീൻ ആ ഫങ്ഷൻ വരുന്നുള്ളൂ. അങ്ങനെ അനേകം പ്രോട്ടീനുകൾ ഈ DNA എഴുതി വച്ചിരിക്കുന്ന കോഡനുസരിച്ച് ഉണ്ടാക്കുകയും ഈ പ്രോട്ടീനുകളെല്ലാം ആക്ട് ചെയ്തിട്ടാണ് ഒരു സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം അത്ര സങ്കീർണമായിട്ടുള്ള ഒരു ഓപ്റ്റിമൈസ്ഡ് കോഡാണ് ഈ സെല്ലിനകത്ത് ഉള്ളത്. ഇതൊന്നും കുറേ കെമിക്കൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ലൈഫ് നമുക്കുണ്ടായി വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ അതിനൊരു പാത്വേ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒപ്പാരിൻ്റെയും ഹാൾഡെയിൻ്റെയും മറ്റും ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ ജീവൻ പുനഃസൃഷ്ടിക്കുവാൻ ഉദ്യമിച്ചിട്ടുള്ള ഗവേഷകർ ഏറെയുണ്ട്. 2010 ജോൺ ക്രെയ്ഗ് വെൻഡറുടെ നേതൃത്വത്തിൽ സിന്തറ്റിക് ജീനോമോട് കൂടിയ ഒരു സൂക്ഷ്മജീവി സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അതൊരു കൃത്രിമ ജീവനല്ല എന്നതിനാൽ ജീവൻ പരീക്ഷണശാലയിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന ചില ഗവേഷകരുടെ അവകാശവാദത്തിന് അനുപൂരകമായി പരിഗണിക്കപ്പെടുന്നില്ല. എങ്കിലും ജീവനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അത് നിർണായകമായ ഒരു അധ്യായമാണ് എന്നതിൽ സംശയമില്ല. ജീവൻ എന്ന മഹാസമസ്യ എത്രമാത്രം സങ്കീർണമാണ് എന്ന ബോധ്യം ആ ഗവേഷണം അനേകർക്ക് നൽകി. ഇന്നത്തെ ജീവൻ എന്ന് പറയുന്നത് DNA അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് DNA ആയിരിക്കണമെന്നില്ല ആദ്യമുണ്ടായ ജീവരൂപം എന്ന് പറയുന്നതാണ്. ഒരുപക്ഷെ RNA ആയിരിക്കാം ആദ്യം ഉണ്ടായത് പോലും. അപ്പോൾ ചോദ്യം, DNA കൂടാതെ എങ്ങനെ RNA ഉണ്ടായി എന്ന് വരുന്ന ചോദ്യം. അതുകൊണ്ടാണ് ഒരുപക്ഷെ കൂടുതൽ ലഘുവായിട്ടുള്ള PNA പോലുള്ള സംവിധാനങ്ങളായിരിക്കാം ആദ്യമുണ്ടായത് എന്ന് പറയുന്നത്. ഏതാണ് ആദ്യമുണ്ടായിരുന്നാലും ശരി, ആത്യന്തികമായ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ഒരുപാട് യുക്തിപരമായ പ്രശ്നങ്ങൾ ഇവയിലൊക്കെ അന്തർലീനമാണ് എന്നുള്ളതാണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്നുള്ളത് യുക്തിപരമായൊരു ചോദ്യമല്ല എങ്കിൽ കൂടി അതിലുമുണ്ട് പരോക്ഷമായിട്ടുള്ള ഒരു യുക്തി നമുക്ക് ചുരുളഴിക്കാൻ സാധിക്കാത്തത്. ഇതേ സമസ്യ തന്നെ ജീവൻ്റെ ഉത്ഭവത്തിൻ്റെ കാര്യത്തിലും നമുക്ക് അവരോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ജീവോൽപത്തി സംബന്ധിച്ച സംവാദങ്ങളും ഗവേഷണങ്ങളും അനന്തമായി നീളുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ചില കണ്ടെത്തലുകൾ ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച ആശയങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നു. ചില നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ ജീവന്റെ ഉത്ഭവം ഭൂമിക്ക് പുറത്തെവിടെയോ ആണെന്ന് കരുതുന്ന ശാസ്ത്രജ്ഞരും ഏറെയുണ്ട്. ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് ഒരു നല്ല ശതമാനം ശാസ്ത്രജ്ഞന്മാരുടെയും ചിന്താഗതി അത് ഭൂമിയിൽ തന്നെ ഉണ്ടായി ഇതാണ് എന്നാണ്. അപ്പോൾ ഈ ഡാർവിൻ്റെ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം വേറൊരു സുഹൃത്തിന് എഴുതി, ദി ലൈഫ് വാസ് ഫോംഡ് ഇൻ എ വാം ലിറ്റിൽ പോണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ബലത്തിൽ പലരും കരുതിയിരുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഓർഗാനിക് പൂളിൽ തന്നെത്താനെ ലൈഫ് ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പം അത് ഒരു ഹ്യൂമൻ സെൻട്രിക് ചിന്താഗതിയിൽ ഭൂമിയിൽ തന്നെ ഉണ്ടായി എന്ന് ചിന്തിക്കാനാണ് പലർക്കും താല്പര്യം. അത് ഒരു മനുഷ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സ്വയം കരുതുന്ന ഒരു ചിന്താഗതിയാണ്. അതിൽ നിന്ന് മാറി കോപ്പർനിക്കൻ റവല്യൂഷനിൽ നമ്മൾ ഭൂമി ഒരു ഗ്രഹം മാത്രമാണ് സൂര്യനെ ചുറ്റുന്നത് എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മറ്റ് ജീവികളുടെ ഇടയിലുള്ള സ്ഥാനം ഡാർവീനിയൻ എവല്യൂഷൻ വന്നപ്പോൾ അത് ചില പൂർവിക ജീവികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പരിണാമം സംഭവിച്ചുണ്ടായതാണ് മനുഷ്യനും മറ്റ് ജീവികളുമായി വലിയ വ്യത്യാസമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതിനുശേഷം പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവൻ എന്ന പ്രതിഭാസം ഭൂമിയിൽ മാത്രം ഉള്ള ഒരു പ്രതിഭാസമാണെന്നാണ്. അപ്പം ആ ചിന്താഗതിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന് പല ആളുകളുടെയും ചിന്താഗതി അതിനുവേണ്ടി എങ്ങനെ ഒരു തിയറി ഉണ്ടാക്കാം,
എങ്ങനെ ആ അറ്റംപ്റ്റുകളാണ് എല്ലാം ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ മറ്റെവിടെയോ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് കരുതിയിരുന്ന ശാസ്ത്രചിന്തകർ ക്രിസ്തുവിന് മുമ്പ് മുതലുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതൽ ഈ ചിന്ത ശാസ്ത്രീയമായി ഏറെ വികസിച്ചു തുടങ്ങി. പാൻസ്പെർമിയ തിയറി എന്നാണ് ഈ സിദ്ധാന്തം പൊതുവെ അറിയപ്പെടുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സഗോറസ് BC 5-ാം നൂറ്റാണ്ടിലാണ് പാൻസ്പെർമിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഉൽക്കകളോ ധൂമകേതുക്കളോ മറ്റോ വഴിയായി ജീവന്റെ ആദ്യ രൂപം ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം എന്നാണ് പാൻസ്പെർമിയ തിയറിയുടെ വക്താക്കൾ വാദിക്കുന്നത്. ഭൂമിയിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൗമിക പ്രതിഭാസത്തിന്റെ വെളിച്ചത്തിൽ ജീവൻ രൂപം കൊണ്ടിരിക്കാനുള്ള സാധ്യതയെ അവർ തള്ളിക്കളയുന്നു. വലിയ ഒരു പ്രപഞ്ചത്തിൻ്റെ ചെറിയ ഒരു അംശം മാത്രമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടായത് ഭൂമിക്ക് പുറത്തായിരിക്കാം എന്നുള്ളതാണ് 1% ശാസ്ത്രജ്ഞരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജീവനുണ്ട്. ഈ ഒരു ഇതിനെയാണ് പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്നത്. പാൻസ്പെർമിയ തിയറി അനുസരിച്ച് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജീവൻ സാധ്യതയുണ്ട്. അത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ള ഒരു ചിന്താഗതിക്ക് ഇപ്പോൾ കൂടുതൽ ആക്സെപ്റ്റൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. പാൻസ്പെർമിയ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്തതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ പല വിവരങ്ങളനുസരിച്ച് മറ്റു പല ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു 3000-ഓളം എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള പ്ലാനറ്റുകളിൽ ഭൂമിക്ക് സമാനമായിട്ടുള്ള പലതുമുണ്ട്. മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും പ്ലാനറ്റ് ഉണ്ടെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. 2001 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ കേരളത്തിലും പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയിലും സംഭവിച്ച ഒരു അസ്വാഭാവിക പ്രതിഭാസമായിരുന്നു ചുവന്ന മഴ. പലപ്പോഴായി രക്തവർണ്ണമുള്ള വെള്ളത്തുള്ളികൾ മഴയായി പതിച്ചതുമായി ബന്ധപ്പെട്ട് ഏറെ പഠനങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇന്നും യഥാർത്ഥ കാരണം അവ്യക്തമായി തുടരുന്നു. എന്നാൽ മഴവെള്ളത്തിന് ചുവപ്പ് നിറം പകർന്നത് അതിൽ സമൃദ്ധമായി അടങ്ങിയിരുന്ന ജീവകോശങ്ങളായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. അക്കാലത്ത് ആ പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ ലോകശ്രദ്ധ നേടിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഗോഡ്ഫ്രീ ലൂയിസ്. മഴവെള്ളത്തിന് രക്തവർണം നൽകിയ ജീവകോശങ്ങൾ ഭൂമിക്ക് വെളിയിൽ നിന്നും വന്നവയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പാൻസ്പെർമിയ സിദ്ധാന്തത്തിന് ആ പ്രതിഭാസം ബലം പകരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവായിട്ടാണല്ലോ ഈ റെഡ് റെയിൻ ഒരു സംഭവം നടന്നത്. അതിനെപ്പറ്റിയാണല്ലോ സാറ് വളരെ സീരിയസ് ആയിട്ട് ഗവേഷണം നടത്തിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയുക. ഈ റെഡ് റെയിൻ എന്ന് പറയുന്നത് ഈ പാൻസ്പെർമിയയുടെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എന്നാണ് എൻ്റെ വാദം. കാരണം അത് ആ കോശങ്ങളെ എന്താണെന്ന് ഇതുവരെ ബയോളജിസ്റ്റ് ആരും തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എന്താണ് ഈ ചുവന്ന കോശങ്ങൾ? ഈ ചുവന്ന മഴയുണ്ടാക്കിയ ഒരു ചെറിയ 10 മൈക്രോമീറ്റർ സൈസുള്ള ഒരു കോശങ്ങളാണ്. അത് വെള്ളത്തിൽ കലങ്ങി ബ്ലഡ് വെള്ളത്തിൽ കലക്കിയ പോലെയുള്ള നിറം ഉണ്ടാക്കുന്നത്. അത് എന്താണ് ആ കോശങ്ങളെന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ എല്ലാ സാഹചര്യ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ഇങ്ങനെ 2 മാസത്തോളം ഇത്തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ മഴയിൽ കലർന്ന് കേരളത്തിൽ വീണു. ഇതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ടൈം ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള ഫലങ്ങളെല്ലാം ചേർത്താണ് ചില പേപ്പറുകൾ പബ്ലിഷ് ചെയ്തത്. അതിന് വളരെയധികം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ശ്രദ്ധ BBC ന്യൂ സയൻറ്റിസ്റ്റ് മാഗസീൻ, അതുപോലെ തന്നെ പല വേഗത്തിലുള്ള പല ഭാഷകളിലും ഉള്ള പ്രസിദ്ധീകരണങ്ങളിലെല്ലാം തന്നെ ഇത് കവർ ചെയ്തിരുന്നു. ഇപ്പോഴും അതൊരു അൺസോൾവ്ഡ് പ്രോബ്ലമാണ്. എന്താണ് ഈ ചുവന്ന മഴ കോശങ്ങളെന്ന്? അത് ഭൂമിയുടെ വെളിയിൽ നിന്ന് വന്ന പ്രധാനമായിട്ടും വാൽനക്ഷത്രത്തിനകത്തുണ്ടായ ഡെവലപ്പ് ചെയ്ത കോശങ്ങൾ തന്നെയാണ് എന്നാണ് ഞാനിപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം എന്ന നിത്യസത്യത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അത്തരം വാദഗതികൾ
അർദ്ധജ്ഞാനത്തിൻ്റെയും അല്പജ്ഞാനത്തിൻ്റെയും ഫലമാണെന്നതാണ് വാസ്തവം. സങ്കീർണതകളിൽ നിന്നും സങ്കീർണതകളിലേക്ക് ശാസ്ത്രത്തിൻ്റെ കണ്ണുകൾ യാത്ര ചെയ്യുമ്പോൾ ഇക്കാണുന്നതിനെല്ലാം ഉപരിയായ ഒരു സത്യത്തിൻ്റെ പ്രകാശം നമുക്ക് മുന്നിൽ ജ്വലിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ എളുപ്പമല്ലാത്ത മഹത്തരമായ ഒരു രൂപകൽപ്പനയുടെ സാന്നിധ്യമാണ് എല്ലാ ശാസ്ത്രശാഖകളെയും പോലെ ജീവശാസ്ത്രവും വെളിപ്പെടുത്തുന്നത്. സർവശക്തനായ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യം അവിടെ സ്ഥിരീകരിക്കപ്പെടുന്നു. അജ്ഞതയിലല്ല, അറിവിലാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്. ജീവൻ്റെ ഉത്ഭവവും പരിണാമവും രഹസ്യവും സമസ്യവുമായിട്ട് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ സമസ്യകളെപ്പറ്റി ശാസ്ത്രം പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത്തരണത്തിലുള്ള ഒരു തിരിച്ചറിവിനെയാണ് ഇൻ്റലിജൻ്റ് ഡിസൈൻ, ബുദ്ധിപൂർവകമായ രൂപകൽപ്പന എന്ന സംജ്ഞ കൊണ്ട് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ വിഭാവനം ചെയ്യുന്നത്. അതായത് മഹാവിസ്ഫോടനത്തിൽ തന്നെ മാനവരാശിയുടെ ഇന്നത്തെ ഉത്ഭവവും വികാസവും ഒക്കെ രൂപകൽപ്പന ചെയ്തിരിക്കണം എന്ന് വാദിക്കുന്നവരുണ്ട്. ബിഗ് ബാങ് 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ബിഗ് ബാങ്ങിലെ ഭൗതികതയും കെമിസ്ട്രിയും ഒക്കെ അല്പം വിഭിന്നമായിരുന്നെങ്കിൽ ഇന്ന് ജീവൻ തന്നെ ഉണ്ടാകുമായിരുന്നില്ല പോലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ബുദ്ധിപൂർവകമായൊരു രൂപകൽപ്പനയ്ക്ക് സാങ്കത്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് യുക്തിവാദികൾ വാദിക്കുന്നത് പോലെ ആകസ്മികമായിട്ട് ജീവൻ ഉണ്ടായതാണ് എന്നുള്ള വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെയുമുണ്ട് സർവനന്മ സ്വരൂപനായ ഒരു ദൈവത്തിൻ്റെ സാങ്കത്യം എന്ന തത്വത്തെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും സംബന്ധിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ഗവേഷണ മേഖല നമ്മളെ അത്യധികം ചിന്തോദ്ദീപകമാക്കുവാൻ പോകുന്ന ഒരു വിസ്മയ ഭൂമിക തന്നെയാണ് എന്നുള്ളത് നിസ്സംശയമാണ്. ശാസ്ത്രം തരുന്ന ഉത്തരങ്ങളിലും ശാസ്ത്രത്തിന് ഉത്തരം തരാൻ സാധിക്കാത്ത ചോദ്യങ്ങളിലുമെല്ലാം വിസ്മയങ്ങളുടെ പ്രഹേളികകളുടെ ഒരു വലിയ ഇതൾവിടരിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വതന്ത്ര ബുദ്ധിയോടുകൂടി സത്യത്തെ അന്വേഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരുപാട് കോൾമയർ കൊള്ളിപ്പിക്കുവാൻ പോകേണ്ട ദാർശനിക ചേരുവകകൾ ശാസ്ത്രത്തിൻ്റെ ഭൂമികയിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ വിഭവങ്ങളാണ് ദാർശനികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ എന്ന് തുറന്നു തരുന്നത്. അത് അപരിമേയനും സർവനന്മ സ്വരൂപിയുമായ ഒരു ദൈവത്തിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യനെ കൈപിടിച്ച് നടത്തുവാൻ പര്യാപ്തമായിട്ടുള്ള നിർബന്ധങ്ങൾ പേറുന്നവയാണ് എന്നുകൂടി നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പലതാണ്. എന്നാൽ സത്യം അത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമുള്ള അനേകരുണ്ട്. ശാസ്ത്രത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം പരിപൂർണതയുള്ള ഒരു രൂപകൽപ്പന എപ്രകാരം സംഭവിച്ചു എന്നും നിസ്സംശയം ഗ്രഹിച്ചിട്ടുള്ളവരും ഏറെയാണ്. ശാസ്ത്രം ഇക്കാലയളവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള സങ്കീർണതകളെല്ലാം ഒരേ ഒരു ശക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സർവശക്തനായ ദൈവമല്ലാതെ മറ്റാരുമല്ല അത്. ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. 3.5 ബില്യൺ വർഷങ്ങളിലെ പരിണാമത്തിന് ശേഷം ജീവൻ ഇന്ന് ഏറ്റവും സങ്കീർണമായ രൂപം പ്രാപിച്ചിരിക്കുന്നതാണ് മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്നത്. ഈ 400 കോടി വർഷങ്ങളായിട്ട് എല്ലാ ജീവജാലങ്ങളും ഇല്ല. കാരണം ഇതെല്ലാം നമുക്ക് കിട്ടുന്ന പിക്ചർ ഫോസിൽ എവിഡൻസസ് നിന്നാണ്. ലൈഫ് വെറും ഒരു ഫിസിയോളജിക്കൽ ലൈഫ് മാത്രമല്ല, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് മാത്രമല്ല, അതൊരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. ഒരു കാര്യവും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ദൈവം പരിണാമത്തിൻ്റെ ഉടയവനാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും ജീവനെ ജനിപ്പിക്കുവാനും ജീവനെ വളർത്തുവാനും ദൈവം അവലംബിക്കുന്ന രീതി പരിണാമത്തിൻ്റേത് തന്നെയാണ്.
അതുകൊണ്ടാണ് സൃഷ്ടികർമ്മം തന്നെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമായിട്ട് ബൈബിള് പോലും വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്.